ഫ്രെയിം ടു ഫ്രെയിമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്താ ചാനലുകൾ വെച്ചാൽ ടി വിയിൽ നിന്ന് നീ ഗർഭിണിയാവും. ചർച്ചയ്ക്ക് ഏതെങ്കിലും രണ്ടു തരണത്തിന് വിളിച്ചോണ്ടിട്ട് അവൻ്റെയൊക്കെ തന്തയ്ക്ക് ചേർത്താണ് ചീത്ത വിളിക്കുന്നത്. അയാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ ഈ റിപ്പോർട്ടർ ചാനലിന് ആരാ ഇത് കൊടുത്തത്? മലയാളത്തിലെ മുഖ്യധാര പത്രപ്രവർത്തകർ മുഴുവൻ ഇപ്പം നടക്കുന്ന വ്യഭിചാര കഥ അന്വേഷിച്ചാണ്. നാണമില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നു. അവളെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുമ്പോൾ ഒരു അവതാരകൻ എത്രയോ വർഷം കീപ്പാറ്റ് വെച്ചിരുന്നവളെ അവൻ പ്രേമിച്ച് കല്യാണം കഴിച്ച് കുട്ടികളുമായി ജീവിക്കുന്ന കുടുംബത്തിനെ തകർത്തുകൊണ്ട് സദ്ഗുണസമ്പന്നന്മാരായ ഈ പത്രക്കാരെല്ലാവരും കൂടെ മലയാള സിനിമയെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു ഇൻഡസ്ട്രിയാണ് നശിപ്പിക്കുന്നത്. ആലോചിച്ചു, അമ്മയുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് റീത്ത് വെച്ചു. ഇവനൊക്കെ വക്കീലായുള്ള ഗതി ആലോചിച്ചു, ഇവനൊക്കെ ജഡ്ജിയായുള്ള ഗതി ആലോചിച്ചു. കാരണം അയാൾ പെൺവിഷയത്തിൽ കുഴപ്പക്കാരനായതുകൊണ്ട് മാത്രമാണ് ദിനേശ് തെറ്റി. അല്ലാതെ ഞാനും അയാളായിട്ട് വേറെ ഒരു പ്രശ്നവുമില്ല. അയാൾ എൻ്റെ പേരിൽ കള്ള കേസ് കൊടുപ്പിച്ചിരിക്കുക, പോക്സോ കേസിൽ. ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ പോക്സോ കേസിൽ ഒരു പ്രതി വന്ന് തല ഉയർത്തിയിരിക്കുമോ? ദിനേശ് ഇരിക്കും. കാരണം എന്താ പറയുക, യവനല്ല അവൻ്റെ ഉപ്പാപ്പ വിചാരിച്ചാൽ എന്നെ തോപ്പിക്കാൻ കഴിയില്ല. ഏത് അലവലാതി പെണ്ണിനും ആരെക്കുറിച്ചും തെറി പറയാം, അവനെ പിടിച്ചകത്തിടാന്നല്ലേ പറയണം. കേരളത്തിൽ മാന്യമായി പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. ഒരു പീഡനം കഴിഞ്ഞപ്പോഴും അവൾ അറിഞ്ഞില്ല, അടുത്ത പീഡനം കഴിഞ്ഞപ്പോഴും അറിഞ്ഞില്ല, 14 പീഡനം കഴിഞ്ഞപ്പോഴും അറിഞ്ഞില്ല. ഞാൻ കൂടെ താമസിക്കുന്ന സഹപാഠിയുടെ ന്യൂഡ് ഷൂട്ട് ചെയ്തു. ആ പെൺകുട്ടി കൊണ്ടൊന്ന് കോളേജിൽ പരാതി കൊടുത്തു. അന്ന് കോളേജിൽ നിന്നല്ല, ചൈനയിൽ നിന്ന് പുറത്താക്കി. അവൾ ഇങ്ങനെ ഇവിടെ എത്ര കൂടെ ഉണ്ടെന്നറിയാനുള്ള ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കും. പിന്നെ ഇവിടെ ഈ മമ്മൂട്ടി മോഹൻലാലിനേക്ക് വിളിക്കുന്ന ഒരു ഭാഷ ഉണ്ടല്ലോ, WCC ഊള. ഈ WCC ആവശ്യമില്ലാതെ പിണറായി സഖാവ് കൊണ്ട് നടന്ന് ഈ ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ ആവും പിണറായിക്ക് തന്നെ ഇത് പാരയാവും. അവർ 18 കോടി രൂപ മുടക്കി അവരെ ഭർത്താവും കൂടെ ചെയ്ത പടത്തിന്റെ ലൊക്കേഷനിൽ എന്നെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. WCCയുടെ നേതാവായ പാർവതിയും പിന്നെ ഇവിടുത്തെ ആണൊരുത്തൻ എന്ന് പറഞ്ഞ് നടക്കുന്ന പൃഥ്വിരാജുമാണ് നായകനും നായികയും. ലൊക്കേഷനിൽ വരുന്നില്ല, അവർ ലൊക്കേഷനിൽ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുന്നു. അതുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി ഓർഡർ ഇടണം, എൻ്റെ സിനിമ ഷൂട്ട് ചെയ്യാൻ അവർ മാന്യമായി സഹകരിക്കണമെന്ന്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിക്ക് പരാതി വരുമ്പോൾ പിണറായി സഖാവിന് പകരം വേറൊരാൾ മുഖ്യമന്ത്രി ആയാൽ അനുഭവിക്കുന്നുള്ള ഒരു ഉറപ്പാണ്. അത്രയും ക്രൂരമായാണ് 10 വർഷക്കാലം കൊണ്ട് പിണറായി ചെയ്തു വെച്ചിട്ട് പോണത്. എൻ്റെ പൊന്ന് പിണറായി സഖാവേ, നിങ്ങൾ 10 ജന്മം വിചാരിച്ചാൽ ദിനേശിനെ തോൽപ്പിക്കാൻ പറ്റില്ല. നമസ്കാരം. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു സാഹചര്യമായിരുന്നു ഈ അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങളുടെയും വാർത്താ ചാനലുകളുടെയും നമ്മൾ കണ്ടത്. രാത്രി ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യർ രാവിലെ ജീവനില്ലാതെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി പല ഭാഗത്തു നിന്നും പറക്കിയെടുക്കുന്ന ഒരവസ്ഥ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും കണ്ടപ്പോൾ നമ്മുടെ നെഞ്ച് പിടഞ്ഞ് നമ്മൾ കരഞ്ഞു. അവരെ ഒന്നും നമുക്കറിയില്ല. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഈ ദുഃഖകരമായ വാർത്തകളെ ഭേദിച്ചുകൊണ്ട് ഒരു തലയെടുപ്പ്, ഗുരുവായൂർ കേശവൻ നിൽക്കും പോലെ മലയാളികളുടെ മുമ്പിൽ നിന്ന മലയാള സിനിമയെ ഒരു നിമിഷം കൊണ്ട് നിശബ്ദമാക്കാൻ പറ്റിയ ഒരു വാർത്തയോടുകൂടിയായിരുന്നു മലയാളികൾ പത്രങ്ങളും ചാനലുകളും ശ്രദ്ധിച്ചത്. വേറൊന്നുമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. പിന്നെ അങ്ങോട്ട് പുകിലോട് പുകില. എന്നെ മറ്റേ നടൻ പുറകിലൂടെ വന്ന് ആലിംഗനം ചെയ്തു, എന്നെ മറ്റേ സംവിധായകൻ ഇങ്ങനെ ചോദിച്ചു. ആണും പെണ്ണുമടക്കം ലൈംഗിക പരാക്രമങ്ങൾക്ക് ഇരയായി എന്ന് പറഞ്ഞ് നമ്മളോട് വാർത്താ മാധ്യമങ്ങളിലൂടെ തുറന്നു പറയുന്നു. മലയാള സിനിമ സ്തംഭിക്കുന്നു. അമ്മയിൽ നിന്നും രാജികൾ, കൂട്ടരാജി, അമ്മ മുഴുവനും രാജിവെക്കുന്നു. സംഘടനയിൽ തലപ്പത്ത് ആരുമില്ല. ഇങ്ങനെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് വന്ന വാർത്തകൾ, അത് ഒരു വശത്ത് മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്, മറുവശത്ത് ദുഃഖസാന്ദ്രമായ അവസ്ഥകൾ കുടുംബങ്ങളിലും വ്യക്തികളിലുമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്ന് വളരെ എക്സ്പീരിയൻസ് ആയ, മലയാള സിനിമയിൽ സത്യങ്ങൾ തുറന്നു പറയുന്ന, ഏറ്റവും കൂടുതൽ ശത്രുക്കളെ സമ്പാദിച്ച, ശത്രുക്കളെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കല്ല, കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ശത്രുക്കൾ ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ശത്രുക്കളുള്ള ഒരു മനുഷ്യ സ്നേഹിയെയാണ് ഞാൻ ഇന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നമ്മുടെ ചാനലിൽ അദ്ദേഹം എത്തിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, നിരവധി വാർത്താ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും ഈ കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറച്ചിലുകൾ നടത്തിയതിനു ശേഷമാണ് ഇന്നിവിടെ നമ്മളുമായിട്ട് സംസാരിക്കുന്നത്. നമസ്കാരം, സ്വാഗതം, വീണ്ടും സ്വാഗതം ദിനേശ് ചേട്ടാ. ഇപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് അതിലോട്ട് കടക്കുകയാണ്. ഈ അടുത്ത കാലത്തായിട്ട് കുറേ ജൂനിയർ നടിമാർ, അറിയപ്പെടാത്ത കുറേ നടിമാർ, നമ്മളിപ്പോഴാണ് അവരെ കാണുന്നത്. അപ്പോൾ ഏതോ സിനിമകളിലൊക്കെ
അഭിനയിച്ചിട്ടുള്ളതും മുഖം കാണിച്ചിട്ടുള്ളതുമായിട്ടുള്ള നടിമാരാണ്. അവർ പല ഉന്നതരായ സിനിമാക്കാര്, സംവിധായകരുണ്ട്, നടന്മാരുണ്ട്, സംഘടനയിൽ തലപ്പത്തിരിക്കുന്നവരുണ്ട്, അമ്മ പോലുള്ള സംഘടനയിൽ. അപ്പോൾ ഈ ലൈംഗിക ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നല്ല, എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു? ഈ ഒരു അവസ്ഥാ വിശേഷത്തെ എങ്ങനെയാണ് ദിനേശ് ചേട്ടൻ കാണുന്നത്? സാബു ആമുഖമായിട്ട് പറഞ്ഞ നമ്മളെ വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതിനപ്പുറം ഒരു അർജുൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരന് ഒരു ലോറിയും വെള്ളത്തിൽ പോയിട്ട് ഇതുവരെ ഇന്നലെ ആ കുട്ടിക്ക് അയാളുടെ ഭാര്യയ്ക്ക് എന്തോ ജോലി കൊടുത്തു. 30-35 ദിവസമായിട്ട് ആ യുവാവിനെ കിട്ടിയിട്ടില്ല. എവിടെ പോയി ആ ചർച്ച? 24 റിപ്പോർട്ടറോ 24 ഏതൊരു ചാനൽ അവിടെ പോയി നിന്നിട്ട് ഇതിൻ്റെ ഒരു വെളിച്ചം, അതായത് അർജുനെ പറ്റി എന്താണെന്നുള്ള വിവരം കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ഇനി ഇവിടുന്ന് തിരിച്ചു വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വാചകം അടിച്ച് നിന്നിട്ട് ഇപ്പോൾ അർജുനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. അന്ന് അവിടെ പോയ ക്യാമറമാനും റിപ്പോർട്ടറും അമ്മയുടെ ഓഫീസിൽ, ഇപ്പം അമ്മയുടെ ഓഫീസിൻ്റെ താഴെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഡാം ഇപ്പം മറ്റന്നാ ഉച്ചയ്ക്ക് പൊട്ടുമെന്നൊക്കെ പറഞ്ഞ് മുല്ലപ്പെരിയാറിനെ പേടിപ്പിച്ച്, അതുപോലെ കൽക്കട്ടയിലൊരു ഡോക്ടറെ പൈശാചികമായിട്ട് 3-4 പേര് ചേർന്ന് ബലാത്സംഗം ചെയ്തു പോകുന്നുണ്ട്. ഇതൊന്നും ഇപ്പോൾ കേരളത്തിൽ ചർച്ചയല്ല. ചർച്ച എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ വീട്ടിൽ എന്തായാലും 7-8 ദിവസം TV വെക്കാറില്ല. ഞാൻ കളി പറയല്ല, വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു. ഞാൻ സിന്ധുവിനോട് പറഞ്ഞ് വാർത്ത വയ്ക്കരുത്, എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കാണരുത്, കാരണം വാർത്താ ചാനലുകൾ വെച്ചാൽ TV യിൽ നിന്ന് നീ ഗർഭിണിയാവും. അത്ര അലവലാതി തരങ്ങളാണ് വിളിച്ചു പറയുന്നത്. ഈ അവതാരക പെണ്ണുങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നതിനൊന്നും ഒരു ലൈസൻസും ഇല്ല എന്നുള്ളതാണ്. ദേഹം മുഴുവൻ നാക്കാണ്. ചർച്ചയ്ക്ക് ഏതെങ്കിലും 2-3 വിളിച്ചുകൊണ്ടിരുന്നിട്ട് അവൻ്റെയൊക്കെ തന്തയ്ക്ക് ചേർത്താണ് ചീത്ത വിളിക്കുന്നത്. ഇപ്പം എന്നെ പ്രധാനപ്പെട്ട 2-3-4 ചാനലിൽ നിന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു വരില്ല എന്ന് പറഞ്ഞു. ഒന്ന് നിങ്ങളുടെ ഈ അവതാരകരെന്ന് പറയുന്ന ദേഹം മുഴുവൻ നാക്കുള്ള പെണ്ണുങ്ങളും, പിന്നെ ചർച്ചയ്ക്ക് ഒരു 5-6 അലവലാദികളെ കൊണ്ടിരുത്തു. ഒറ്റ മാന്യനായ ഒരാളെയും വിളിക്കില്ല ചർച്ചയ്ക്ക്. ഇവർ കൊത്തിപ്പറിക്കാനായിട്ട് ഞാൻ എൻ്റെ സമയവും എൻ്റെ പെട്രോളും ചിലവാക്കി ഞാൻ പോകേണ്ട കാര്യം എന്താ? എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പറഞ്ഞതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞാൽ പോലെ. വളരെ മോശമായ, അതായത് ഇന്നലെ ഞാൻ മെനിങ്ങാന്ന് വൈകിട്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു തല്ലിപ്പൊളി വണ്ടി മുമ്പോട്ട് ഓടില്ല. ആ വണ്ടി മുകേഷ് പോകുന്ന കാറിനെ പിന്തുടരുകയാണ്. മുകേഷ് എറണാകുളത്തൊരു വക്കീൽ, ഞാൻ കേൾക്കണേ, മുകേഷിന് എറണാകുളത്തൊരു വക്കീലിനെ കാണാൻ പോകാൻ, അയാൾ MLA അല്ലെന്ന് വെച്ചോ, സിനിമാടനമല്ല, ഒരു സാധാരണക്കാരനെന്ന് വെച്ചോ, അയാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ ഈ റിപ്പോർട്ടർ ചാനലിന് ആരാ ഇത് കൊടുത്തേ? എന്നിട്ട് റിപ്പോർട്ടറിൽ ഇരിക്കുന്ന അവതാരക പറയാണ്, നമ്മുടെ കാറിന് കൂടെ എത്താൻ പറ്റുന്നില്ല എന്നുള്ളതിലൊന്നും വിഷമം വേണ്ട, നമ്മൾ വഴിയിൽ വേറെ കാർ എറണാകുളത്തുള്ളവർ വേറെ അടുത്ത് കാത്തു വെപ്പുണ്ട്, ഇയാൾ ഇവിടുന്ന് പോയാൽ അവിടെ പിടിക്കാം. ഇയാൾ ആരാ? മുകേഷ് എന്ന് പറഞ്ഞ ആളൊരു നൊട്ടോറിയസ് ക്രിമിനലാണോ? അല്ലെങ്കിൽ ഈ മരമുറി ചാനലെന്ന് എല്ലാവരും വിളിക്കുന്നത് ഇല്ലേ, ഈ റിപ്പോർട്ടർ ചാനലിൽ വിളിക്കുന്ന മരം കൊള്ളയടിച്ച ഒരു സംഘം ആൾക്കാർ നടത്തുന്ന ചാനൽ, അതിലിരിക്കുന്ന ഒരു അവതാരക പെണ്ണിൻ്റെ വർത്തമാനം, ഇവിടെ പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവിടെ പിടിക്കും. അത് അയാളുടെ ഏതൊരു വില കൂടിയ കാറിൻ്റെ പേരൊക്കെ പറഞ്ഞോട്ടെ, ഏതൊരു വില കൂടിയ കാറാണ്, ആ കാറിനൊപ്പം നമുക്ക് എത്താൻ പറ്റുന്നത്, ഏതൊരു ചടക്ക് വണ്ടി കൊണ്ടാണ് പോണേ. യവൻ സൂം ചെയ്ത് പിടിച്ചിട്ട് ക്യാമറയും കൊണ്ട് ഈ മഴയത്ത് മുകേഷിൻ്റെ കാറിനെ ഓടിക്കുകയാണെന്ന് കേട്ട്. കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും നടക്കുമോ? അയാളൊരു MLA അല്ലേ, അയാളപ്പോൾ വിളിച്ച് ആഭ്യന്തര വകുപ്പിൽ പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണ്ടേ? സംസ്ഥാന DGP വിളിച്ച് പറയണ്ടേ എൻ്റെ കാറിൻ്റെ പുറകെ ഒരുത്തി കോലും പിടിച്ചോണ്ട് എൻ്റെ പുറകെ ഓടാണെന്ന് പറയണ്ടേ? ഇവർക്ക് ആരാ സ്വാതന്ത്ര്യം കൊടുത്തത്? ഇവർക്കതൊന്നും അല്ലെന്നേ പ്രശ്നം. ഇവിടെ ഇപ്പോൾ ഏഷ്യാനെറ്റ് റേറ്റിങ്ങിൽ 3-മോ 4-മോ പോയി, 24 1-മോ വന്നു, അതിൻ്റെ പുറകെ റിപ്പോർട്ടർ കയറി വന്നു. അപ്പോൾ ഈ 1-മതും 2-മതും റിപ്പോർട്ടറും 24 വന്നപ്പോൾ അവർക്ക് അത് നിലനിർത്താൻ വേണ്ടിയുള്ള അഭ്യാസം. 3-മത് പോയ ഏഷ്യാനെറ്റിന് ഈ വീണ്ടും വർഷങ്ങളോളം 1-മത് നിന്ന് നമുക്ക് 1-മത് നിൽക്കണം എന്നുള്ള അഭ്യാസം. ഇവരെ കൂടെ എത്താനായിട്ട് മീഡിയ 1 പോലുള്ള കുറേ ന്യൂസ് 80 എന്നൊക്കെ പറഞ്ഞ ചാനലുകൾ മത്സരിക്കുകയാണെന്നേ. അതായത് വ്യഭിചാര കഥ പറഞ്ഞ് എങ്ങനെ റേറ്റിങ്ങിൽ കയറാം എന്ന് ആലോചിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിനെ കൊണ്ടുപോയിട്ട് ഇവർ പറയുന്നത് ഞങ്ങൾ ഉദാത്തമായ പത്രപ്രവർത്തനം എന്നാണ് പറയുന്നത്. ഇന്നലെ മോഹൻലാൽ തിരുവനന്തപുരത്ത് പത്രസമ്മേളനത്തിൽ ഒറ്റ കാര്യം പറഞ്ഞത് എനിക്ക് ഭയങ്കര അഭിനന്ദനീയമാണ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്കൊരു രാത്രി കൊണ്ട് മലയാള സിനിമയിലെ ഞാനടക്കമുള്ള സിനിമാ സമൂഹം നിങ്ങൾക്ക് വില്ലന്മാരായി മാറിയെന്ന് അയാൾ ചോദിച്ചു. ഇന്നലെ ആ പത്രസമ്മേളനം നടക്കുന്നിടത്തൊക്കെ കല്യാണ മണ്ഡപം പോലെയാണ് ആൾ വന്ന് കൂടി കിടക്കുന്നത് ഇയാളെ കൊത്തിപ്പറിക്കാൻ. പക്ഷെ അയാൾ ബുദ്ധിപൂർവ്വം അയാൾ വളരെ ലിമിറ്റ് വർത്താനം പറഞ്ഞിട്ട് അയാൾ മതിയാക്കി. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജേർണലിസം പണ്ട് മറ്റേ ഡയാന രാജകുമാരിയുടെ പുറകെ നടന്ന മഞ്ഞപ്പത്രക്കാരും അവരെവിടെ വ്യഭിചരിക്കാൻ പോകുന്നു എന്ന് അന്വേഷിക്കാൻ നടക്കുന്നത് പോലെ മലയാളത്തിലെ മുഖ്യധാര പത്രപ്രവർത്തകർ മുഴുവൻ ഇപ്പം നടക്കുന്ന വ്യഭിചാര കഥ അന്വേഷിച്ചാണ്. നാണമില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ 100 വർഷം 150 വർഷമായ മുത്തശ്ശിമാരെന്നാണ് പറഞ്ഞ പത്രങ്ങൾ, ആ പത്രങ്ങളുടെ ചാനലുകൾ ഈ കോലം പിടിച്ചുകൊണ്ട് ഓടുന്ന കണ്ടാൽ ഇതുപോലെ തെമ്മാടിത്തരം കാണിക്കുന്ന
അതൊക്കെ വേണം പിണറായി വിജയൻ ആദ്യം അന്വേഷിക്കാനുള്ളത്. അവരെയൊക്കെ വേണം അന്വേഷിക്കുക. അല്ല ഞാൻ കേട്ടെ ഇവൻ്റെയൊക്കെ പത്ര ചാനലിനകത്ത് നടക്കുന്നത് എന്താ? അവിടെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ടോ? ICC ഉണ്ടോ? ഇവിടെ ഏതെല്ലാം ചാനലിൽ എന്തെല്ലാം കംപ്ലൈന്റ് ഒന്നുമില്ലേ? കരഞ്ഞോണ്ട് ഇറങ്ങി പോകുന്നത് എത്ര ഒരു കമ്മീഷൻ യഥാർത്ഥത്തില് പത്ര മീഡിയകളിലാണ് വെക്കേണ്ടത്. കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട പത്രങ്ങൾ എനിക്കറിയാവുന്നേ, പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ഒരു 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 ഉദ്യോഗസ്ഥനെ ഇഷ്ടമില്ലെങ്കിൽ അവർ ആദ്യം ചെയ്യുന്നതെന്ന് പറയും, അവനെ കാശ്മീരിലേക്ക് അടിക്കും. അല്ല പിരിച്ചുവിടാക്കൂല്ലോ. അപ്പൊ നേരെ കാശ്മീരിൽ പോകുന്നു പറയും, അല്ലെങ്കിൽ ഡൽഹി പോകും എന്ന് പറഞ്ഞു. അതാണ് പണിഷ്മെന്റ്. ഇവിടെ നിങ്ങൾ എന്താ പറയുന്നത്? ഇവിടെ ഒരു ചാനലിൽ ഒരു പെണ്ണിരുന്ന് കൊണാന്ന് അടിക്കുന്നു. അവളെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുമ്പോൾ ഒരു അവതാരകൻ എത്രയോ വർഷം കീപ്പാറ്റ് വെച്ചിരുന്നവളാണ്. മനസ്സിലായോ? അറിയില്ല. അവൻ പ്രേമിച്ച് കല്യാണം കഴിച്ച് കുട്ടികളുമായി ജീവിക്കുന്ന കുടുംബത്തിനെ തകർത്തുകൊണ്ട് അവന്റെ കൂടെ ഞാൻ തുറന്നു പറയുന്നു, മനോരമ എന്ന് പറഞ്ഞാൽ അവരുടെ ടാഗ് ഇട്ടുകൊണ്ട് ഒരിക്കലും ബാറിലൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ അറിഞ്ഞാൽ അപ്പം ജോലി പോകും. അത്രയും സ്ട്രിക്റ്റ് ആയ മനോരമയിൽ പോലും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞാൽ അവനെ എടുത്തപ്പോൾ എവിളി എടുക്കണം. അങ്ങനെ കുടുംബങ്ങളൊക്കെ നടക്കുന്നവരൊക്കെ വന്നിരുന്നാണ് സദാചാരം സന്ധിക്ക് വന്നിരുന്ന് ഹാർമോണിയെ പറ്റി വെച്ചുകൊണ്ട് വായിക്കണം. മനസ്സിലായോ? എനിക്ക് പുച്ഛം തോന്നുന്നു കേരളത്തിലെ പത്രപ്രവർത്തകരെ കുറിച്ച്. പിന്നെ എന്താ ഇതൊന്നും ആരും വകവയ്ക്കാറില്ലെന്നേ. കാരണം എന്താ പറയുക, നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ഭാര്യയെ ഒരു ഹോമിയോ ഡോക്ടറെ കാണിക്കാൻ നിൽക്കുമ്പോൾ മനോരമ ന്യൂസിൽ എഴുതി കാണിക്കുന്നു, ശാന്തിയുള്ള ദിനേശിനെ അറസ്റ്റ് ചെയ്തു. എൻ്റെ മകൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് വിളിച്ച് അച്ഛ എവിടെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടറെ കാണിക്കാൻ നിൽക്കുന്നു. അച്ഛ ഇതാ മനോരമയിൽ ശാന്തിയുള്ള ദിനേശിനെ അറസ്റ്റ് ചെയ്തു എന്ന് എഴുതി കാണിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ജേർണലിസം. തിരുത്തിയില്ല എന്നുള്ളതാണ് അവർ തിരുത്തിയില്ല. ഞാൻ ഒരുത്തനെയും വിളിച്ച് നിങ്ങൾ എങ്ങനെ കൊടുത്തതെന്ന് ജോണി ലൂക്കോസിനെ ഒന്നും വിളിച്ച് ഞാൻ ചോദിച്ചില്ല. പോടാവില്ലേ എന്ന് പറഞ്ഞ് ഞാൻ കളഞ്ഞു. കാരണം ഒന്നാ എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള പത്രങ്ങൾ കയറ്റുന്ന ആളല്ല. ഇതാണ് ഇവിടുത്തെ ജേർണലിസം. മനസ്സിലായോ? ഇവര് ഇപ്പോൾ മലയാള സിനിമയിലെ സദ്ഗുണ സമ്പന്നന്മാരായ ഈ പത്രക്കാരെല്ലാവരും കൂടെ മലയാള സിനിമയെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു ഇൻഡസ്ട്രിയാണ് നശിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. ഇവിടെ എറണാകുളത്ത് ലാ അക്കാഡമിയിൽ എവിടെ പഠിക്കുന്ന കുറേ വിവരം കെട്ട കഞ്ചാവ് വലിക്കുന്നവന്മാരായിരിക്കും. അമ്മയുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് റീത്ത് വെച്ചു. ഇവനൊക്കെ വക്കീലായുള്ള ഗതി ആലോചിച്ചു നോക്കി, ഇവനൊക്കെ ജഡ്ജിയായുള്ള ഗതി ആലോചിച്ചു. അല്ല, അതിന് ഈ പ്രധാനപ്പെട്ട ലോയേഴ്സ് യൂണിയന്റെ ഒരാള് ലൈംഗിക ആരോപണത്തെ ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജി നിക്കണ എന്താ പറയാ സ്ത്രീപീഡന കേസിൽ തൂക്കാൻ എന്താ വന്ന സ്ത്രീയെ പിടിച്ചു ജഡ്ജിയുടെ ദേഹത്തല്ലേ ഒരു ആദ്യം റീത്ത് വയ്ക്കുക. ആരോട് പറയാനെന്നേ ഈ നാട്ടിൽ ഇതൊക്കെ നടക്കുന്നേ. ഗവൺമെന്റിന്റെ ഈ നടപടികളിൽ അല്ല ഇത്തരത്തിൽ മാധ്യമങ്ങളും അല്ലെങ്കിൽ സിനിമയിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഗവൺമെന്റിന്റെ നിലപാട് ശരിയാണെന്ന് ദിനേശേട്ടന് തോന്നുന്നു? സാബുന് അറിയാമല്ലോ, 17 വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് കിട്ടിയ ആളാണ് ഞാൻ അഭിമാനത്തോട് വിചാരിക്കുന്നത് RSSകാരനെക്കാളും പഴയ RSS, ഇപ്പോഴത്തെ അല്ല, ഇപ്പൊ വെള്ളം അടിച്ച് കയ്യിൽ രാഗിയും കെട്ടി നടക്കുന്ന RSSനല്ല ഞാൻ പറഞ്ഞത്. പഴയ RSSകാരെന്ന് പറഞ്ഞാൽ അവർക്ക് കുറെ നിബന്ധനകൾ ഉണ്ടായിരുന്നു. ഒരു സിഗരറ്റ് വലിക്കാൻ പാടില്ല, ലഹരികൾ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വിചാരം പാടില്ല. ഇവിടെ ഇപ്പോൾ ചാനൽ ചർച്ചയ്ക്ക് വരുന്ന ഒരു RSSുമായിട്ട് ബന്ധപ്പെട്ട ഒരു നേതാവിനെ തെങ്ങി കെട്ടി വെച്ച് അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയുള്ളവന്മാരാണ് ഇപ്പോൾ ഉള്ളത്. അതല്ലേ ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു കാലത്ത് നല്ല RSSകാരുണ്ടായിരുന്നു, ദേശസ്നേഹികളായ. അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരനായാൽ ചില പ്രിൻസിപ്പിളുകളിൽ ജീവിക്കാവൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാനിപ്പോൾ എപ്പോഴും പറയുന്ന ക്ലീഷയാണെങ്കിൽ പറയണം, ഞാൻ മദ്യപിക്കാറില്ല, നോൺ പോലും കഴിക്കില്ല. സിനിമയിൽ 39 വർഷമായിട്ട് ഒരാളിനെയും വ്യഭിചരിക്കാൻ കണ്ണുകൊണ്ട് പോലും വ്യഭിചരിച്ചിട്ടില്ല. എൻ്റെ പേരിൽ പോക്സോ കേസുണ്ട്. ഈ സർക്കാർ, എൻ്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന കാലത്ത് കമൽ എന്ന് പറഞ്ഞ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും വലിയ താത്വിക ആചാര്യൻ എന്ന് പറഞ്ഞ കമലാണല്ലോ. അയാളൊരു പെണ്ണുപിടി കേസിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിടക്കുന്നതിനെ കുറിച്ച് ഞാൻ I2I എന്ന് പറഞ്ഞൊരു ചാനലിൻ്റെ അഭിമുഖം കൊടുത്തതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ പോക്സോ കേസുണ്ട്. ഇവൻ കൊടുപ്പിച്ച കള്ളക്കേസ് ഈ കമൽ. ഞാൻ ബഹുമാനത്തോടെ കണ്ടിരുന്ന ആളാണ്. ചേട്ടാന്നും മുഴുവൻ വിളിക്കില്ലായിരുന്നു ഞാൻ. എൻ്റെ വീട്ടിൽ ഈ അടുത്ത കാലത്ത് അയാളുടെ ഓർമ്മച്ചപ്പം എന്ന് പറഞ്ഞ പുസ്തകം എടുത്ത് ഇങ്ങനെ മറിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമം തോന്നി. കാരണം അതിൽ സ്നേഹപൂർവ്വം ദിനേശിന് എന്ന് എഴുതി ഒപ്പിട്ട് കമൽ ഒപ്പിട്ട് തന്ന പുസ്തകം ഇരിക്കേണ്ടി. ഞാനിങ്ങനെ ആലോചിക്കുന്നത് എത്ര പെട്ടെന്ന് ഞങ്ങൾ തമ്മിൽ തെറ്റിയെന്ന്. കാരണം അയാൾ പെൺവിഷയത്തിൽ കുഴപ്പക്കാരനായതുകൊണ്ട് മാത്രമാണ് ദിനേശ് തെറ്റി. അല്ലാതെ ഞാനും അയാളായിട്ട് വേറെ ഒരു പ്രശ്നവുമില്ല. അയാൾ എൻ്റെ പേരിൽ കള്ള കേസ് കൊടുപ്പിച്ചിരിക്കുക, പോക്സോ കേസിൽ. ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ പോക്സോ കേസിൽ ഒരു പ്രതി വന്ന് തല ഉയർത്തിയിരിക്കുമോ? ദിനേശ് ഇരിക്കും. കാരണം എന്താ പറയുക, യവനല്ല അവൻ്റെ ഉപ്പാപ്പ വിചാരിച്ചാൽ എന്നെ തോപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഈ കമൽ എന്നെ ഇതാ ഇപ്പം പറയുന്നു, ചലച്ചിത്ര അക്കാദമിയിലേക്ക് ഷാജി അക്കാദമിയിലേക്ക് പോവുകയാണെങ്കിൽ, ഷാജി എൻകരൻ പോവുകയാണെങ്കിൽ KSFDCയുടെ ചെയർമാനാക്കാൻ പോകുന്നു. ആ പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്ന, സ്ത്രീകൾക്ക് വേണ്ടി ഭരിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകളോട് ആരെങ്കിലും നോക്കിയാൽ ഉമ്മാക്കി കാണിക്കൂ എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ഈ പെണ്ണുപിടിയനെ KSFDCയുടെ ചെയർമാനാക്കാൻ പോകുന്നു. അങ്ങനെ ഒരു ധാർമ്മികത അത് ഗവൺമെന്റ് എന്ത് ധാർമ്മികത? ഇവിടെ ഒരു ധാർമ്മികതയില്ല. എനിക്ക് സത്യം പറഞ്ഞ പല നേരങ്ങളിലും ഈ ഇപ്പോൾ ഭരിക്കുന്ന എൻ്റെ പാർട്ടി ഭരിക്കുന്ന സർക്കാരിനോട് പുച്ഛമാണ്. കാരണം ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വളരെ അലക്ഷ്യമായില്ലേ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. ഏത് അലവലാതി പെണ്ണിനും ആരെക്കുറിച്ചും തെറി പറയാം, അവനെ പിടിച്ചകത്തിടാന്നല്ലേ പറയണേ. ഇപ്പോൾ പറഞ്ഞു ജയസൂര്യ ഉപ്പ് തിന്നവനാണെങ്കിൽ വെള്ളം കുടിക്കട്ടെന്നേ. ഇപ്പോൾ ജയസൂര്യ എന്ന് പറഞ്ഞൊരു നടനുണ്ടല്ലോ, അവൻ
ന്യൂയോർക്കിലൂടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്നില്ല എന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ചിട്ട്. പിന്നെ സിദ്ദിഖ്, രഞ്ജിത്ത്, ഇങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ, മുകേഷ്, ഒരുപാട് പേര് പറയുന്നു. ഇപ്പോൾ എനിക്ക് പേടി എന്താ അറിയോ, എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ, ഒരുപാട്. അങ്കമാലി മുതൽ ADGP സന്ധ്യ മുതൽ ആ പോകുമ്പോഴൊന്നും അല്ല എനിക്ക് കേസ്, എൻ്റെ പേര് കേസ് കൊടുത്തത്. കമൽ, ഡബ്ബിങ് ആർട്ടിസ്റ്റ്. ഇപ്പോൾ ഇന്നലെ മെനങ്ങാന്ന പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറയാണ്, ഈ പ്രഭാവർമ്മയിൽ എഴുതി കൊടുക്കുന്നത്. എൻ്റെ സീരിയലിൻ്റെ ആദ്യത്തെ സീരിയലിൻ്റെ ടൈറ്റിൽ സോങ് പാട്ട് എഴുതിയ ആളാണ് പ്രഭാവർമ്മ. എനിക്ക് ഭയങ്കര ബന്ധമുള്ള ആളാണ്. അപ്പോൾ പ്രഭാവർമ്മ എഴുതി കൊടുത്തത് പിണറായി വായിക്കുകയാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ അനാവശ്യം പറഞ്ഞ ഇതിൽ ഒരു മുൻ സംവിധായകനെ, പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിൽ പഴയൊരു സംവിധായകനെതിരെ IT ആക്ട് പ്രകാരവും ജീവന് ഭീഷണിയുണ്ട് എന്ന് കാട്ടി പ്രമുഖയായ നടി നൽകിയ പരാതിയിൽ പ്രസിദ്ധനായ മറ്റൊരു പരസ്യ സംവിധായകനെതിരെയും എതിരെ കേസെടുത്തത് ഓർമ്മിക്കേണ്ട കാര്യമാണ്. മറ്റേ എന്തോ കോപ്പിലൊക്കെ കയറ്റി കേസെടുത്തിട്ടുണ്ടെന്ന്. പിണറായി വിജയൻ്റെ പോലീസ് അന്വേഷിക്കണ്ടേ എന്താണ് ഇതെന്ന്? അവർ കൊണ്ടൊന്നൊരു പരാതി കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ദിനേശ് ആയിരിക്കും ഉത്തരവാദി എന്ന് പറഞ്ഞൊരു പരാതി കിട്ടിയാൽ അന്വേഷിക്കണ്ടേ? ദിനേശ് ആത്മഹത്യ ചെയ്യിക്കത്തക്കവണ്ണം എന്തെങ്കിലും പറഞ്ഞോ എന്ന് അന്വേഷിക്കണ്ടേ? ഇത് ആരോ ബുദ്ധിയുള്ളവർ പറഞ്ഞു കൊടുത്തു, ഏതോ വക്കീൽ ഇങ്ങനെ എഴുത്, ഇത് കിട്ടുന്ന പിണറായില്ലേ, പിണറായി അപ്പം തന്നെ ആക്ഷൻ നടപടി എടുത്തുള്ളൂ. അപ്പം തന്നെ സൈബർ സെല്ലിനെ അറിയിക്കുന്നു, ജാമ്യമില്ല വകുപ്പിട്ട് കേസെടുക്കാൻ പറയുന്നു. ഇവിടെ അങ്ങനെയാണ് ഈ സർക്കാർ ഇങ്ങനെ പോയി എന്തു പറ്റുമെന്ന് കേട്ടാൽ കേരളത്തിൽ മാന്യമായി പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. ഇപ്പോൾ സിദ്ദിഖിനെതിരെയോ രഞ്ജിത്തിനെതിരെയോ ഏത് പെണ്ണുപിടിയൻ്റെ പേരിലായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആരുടെ പേരിൽ ഒരു കേസ് കൊടുത്തിരിക്കുന്ന ഒരു പെണ്ണ് 14 പേര് അവളെ പീഡിപ്പിച്ചു എന്നാണ് പരാതി പറഞ്ഞിരിക്കുന്നത്. ഒരു പീഡനം കഴിഞ്ഞപ്പോഴും അവൾ അറിഞ്ഞില്ല, അടുത്ത പീഡനം കഴിഞ്ഞപ്പോഴും അറിഞ്ഞില്ല, 14 പീഡനം കഴിഞ്ഞപ്പോഴും അറിഞ്ഞില്ല. ഞാൻ അവളെ പറ്റി ഡീറ്റെയിൽ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, ചൈനയിൽ എന്തോ മെഡിസിനോ എന്തോ പഠിക്കാൻ പോയിട്ട് കൂടെ താമസിക്കുന്ന സഹപാഠിയുടെ ന്യൂഡ് ഷൂട്ട് ചെയ്തു. ആ പെൺകുട്ടി കൊണ്ടൊന്ന് കോളേജിൽ പരാതി കൊടുത്തു. അന്ന് കോളേജിൽ നിന്നല്ല, ചൈനയിൽ നിന്ന് പുറത്താക്കി. അവളാണ് ഇപ്പോൾ സദാചാരത്തിൻ്റെ ഏറ്റവും വലിയ സ്ത്രീ. അവളുടെ പേരിൽ അവളാണ് 14 പേരുടെ പേരിൽ എന്തോ കേസ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അവളുടെ ഫേസ്ബുക്കിൽ കയറി നോക്കിയപ്പോഴേ നമ്മൾ ഈ സ്ത്രീകളെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് അനിയത്തി ഇല്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ 3.5 വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട അമ്മ വളർത്തിയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് സ്ത്രീകളോട് വല്ലാത്ത ബഹുമാനമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഈ 39 വർഷമായിട്ട് ഒരു തീരുടെയും തരുമെന്ന് ചോദിക്കാത്തത്. ഒരു ശത്രുവിനും പറയാക്കില്ല, ദിനേശ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവളുടെ ഫേസ്ബുക്കിലേ നമ്മൾ സ്ത്രീകൾ ഗോപ്യമായി വയ്ക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്. ഇവൾ ഇങ്ങനെ ഇരിക്കുന്നത്, ഇവിടെ എത്ര കൂടെ ഉണ്ടെന്നറിയാനുള്ള ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവൾ കൊടുക്കുന്ന പരാതിക്കാണ് ഇവിടെ പ്രിഫറൻസ്. മനസ്സിലായോ? സ്ത്രീ ആണ് എന്നുള്ള ഒരൊറ്റ പേര് വെച്ചുകൊണ്ട് അവള് പരസ്യമായിട്ടിരിക്കുകയാണെന്നേ. എൻ്റെ കഷത്ത് എത്ര രോമമുണ്ടെന്ന് നീ നോക്കിയോന്നു. ഇവളാണ് കേരളത്തിലെ സംസ്കാര സമ്പന്നയായ പെണ്ണ്. പിന്നെ അവൾ വാ തുറന്ന വിളിക്കുന്ന തെറി. അതിന് ഫേസ്ബുക്കിൽ അവൾ ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരെയും തെറി വിളിക്കും. എന്നിട്ട് പിന്നെ ഇവിടെ ഈ മമ്മൂട്ടി മോഹൻലാലിനേക്ക് വിളിക്കുന്നൊരു ഭാഷ ഉണ്ടല്ലോ, WCC, ഊള. സംസ്കാര സമ്പന്നർ തലയിൽ കണ്ണട വെച്ചവരെല്ലാം വിളിക്കുന്ന ഭാഷ ഊള എന്നാണല്ലോ മമ്മൂട്ടി മോഹൻലാലിനെ. ഈ WCCയെ ആവശ്യമില്ലാതെ പിണറായി സഖാവ് കൊണ്ടു നടന്ന് ഈ ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ ആവും പിണറായിക്ക് തന്നെ ഇത് പാരയാവും. ഞാൻ സംസ്ഥാനത്തെ ഇൻ്റലിജൻസ് അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കൂ. WCCയുടെ പിന്നിൽ ഇവിടെ തീവ്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെന്ന് ഞാൻ പറയുന്നു. നക്സലിസമാണ് ഇതിൻ്റെ പുറകിൽ കളിക്കുന്ന കളി മുഴുവൻ. പക്ഷെ പിണറായി സഖാവ് അത് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ കോഴിക്കോട്ട് നിന്നായാലും നിങ്ങൾ അതിലെ നേതാക്കളെ എടുത്തു നോക്കൂ, അവരുടെ ജീവിത പശ്ചാത്തലം എടുത്തു നോക്കൂ. നക്സലൈറ്റുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പോൾ ഇവിടെ ഇന്നലെ ഒരു മോഹം ഇറങ്ങിയിട്ടുണ്ട്, ആഷിഖ് അബു. അവനാണല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ. അവൻ ഇന്നലെ ഫെഫ്കയെ തകർക്കും, ആന ചെയ്യും, പൂനെ ചെയ്യുന്നു. പിന്നെ ഒരു വിഗും റോസ് പൗഡറും കണ്ണൂരിട്ട് നടക്കണ വേറൊരു മാന്യനായ ഒരു മലയാളത്തിലൊരു സംവിധാനം ഉണ്ടല്ലോ, ആരുടെ പേരിലും സംസ്കാര സമ്പന്നനായുണ്ട്, ഞാൻ ഡൽഹിയിൽ നിന്ന് മറ്റേ തേങ്ങ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്ക്. യവന്മാർ രണ്ടെണ്ണം കൂടെ ഇപ്പോൾ ഫെഫ്കെ തകർക്കാൻ നടക്കുകയാണ്. കാരണം അമ്മയെ തകർത്തു, ഇനി അടുത്ത് ഫെഫ്കെ തകർക്കുക. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ ഒരു അരാജക സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ള ഒരു അജണ്ട ഇവിടെ നക്സലിസത്തിനുണ്ട്. ഇതിൻ്റെ വക്താക്കളാണ് WCCയുടെയും ഈ പറയുന്ന മലയാള സിനിമയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഗൂഢസംഘം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും നക്സലിസത്തിൻ്റെ വകഭേദങ്ങളാണെന്ന് ഞാൻ പറയും. വേണമെങ്കിൽ രഹസ്യാന്വേഷണ വകുപ്പ് അന്വേഷിക്കട്ടെ. വലിയൊരു അപകടത്തിലേക്കാണ്. എത്ര കോടി രൂപയെന്ന് 1 രൂപ മുടക്കാതെ സർക്കാരിന് കിട്ടണം ഇല്ലേ? ഇതുപോലെ നമ്മൾ 100 രൂപ കൊടുത്താൽ ഇത്രയും നന്നായിട്ട് മണിക്കൂർ കണക്ക് കണ്ടോണ്ടിരിക്കാവുന്ന വേറൊരു കലാരൂപം ഇല്ല, ഉണ്ടോ? ഇന്ത്യ മുഴുവൻ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞ് 200-250 കോടിക്ക് സിനിമകൾ ഓടുന്ന ഈ കാലഘട്ടത്തിൽ ഈ സിനിമകളെ തകർക്കുക എന്നുള്ളതാണ് പ്രശ്നം.
നിങ്ങൾ ഈ ആഷിഖ് കപൂറിൻ്റെ അടുത്ത് നോക്കൂ, എത്ര പേർക്ക് പൈസ കൊടുക്കാനുണ്ടെന്ന്. കോടിക്കണക്കിന് രൂപ ഗൾഫിൽ നിന്ന് ആളുകളിൽ നിന്ന് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് എവൻ്റെ പേരിൽ സിനിമ എടുത്തിട്ട് അവർക്ക് പൈസ കൊടുക്കാതിരിക്കുക. കേസുണ്ടോന്ന് അന്വേഷിച്ചു. അതെ, തീർച്ചയായിട്ടും ഒരുപാട് പേര് പരാതി പറഞ്ഞു. ഇവിടെ ഇന്ത്യയിൽ സാബുവിൻ്റെ അറിവിലേക്ക് ഞാൻ പറയാം, ഇന്ത്യയിൽ എനിക്ക് എൻ്റെ തൊഴിലിടത്തിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അണ്ടർലൈൻഡ് കേട്ടോ ഒരു പെണ്ണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മാത്രമേ പരാതി എടുത്തിട്ടുള്ളൂ, അത് പിണറായി വിജയനാണ്. ആ പരാതി ആരെക്കുറിച്ചാണ്? പൃഥ്വിരാജിനെയും പാർവതി എന്താ തിരുവോത്തോ അതിനെയും പേരിലാണ്. അവർ ചെയ്ത മൈ സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ അവർ ഇന്തോനേഷ്യയിൽ എവിടെയൊക്കെയാണ് വിദേശത്ത് പോയാണ് ചെയ്തത്, കാനഡയിൽ എവിടെയൊക്കെയാണ് പോയി ചെയ്തത്. അവർ 18 കോടി രൂപ മുടക്കി അവർ അവരുടെ ഭർത്താവും കൂടെ ചെയ്ത പടത്തിൻ്റെ ലൊക്കേഷനിൽ എന്നെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. WCCയുടെ നേതാവായ പാർവതിയും പിന്നെ ഇവിടുത്തെ ആണൊരുത്തൻ എന്ന് പറഞ്ഞ് നടക്കുന്ന പൃഥ്വിരാജുമാണ് നായകനും നായികി. ലൊക്കേഷനിൽ വരുന്നില്ല, അവർ ലൊക്കേഷനിൽ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുന്നു. അതുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി ഓർഡർ ഇടണം, എൻ്റെ സിനിമ ഷൂട്ട് ചെയ്യാൻ അവർ മാന്യമായി സഹകരിക്കണമെന്ന്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടുന്നത്. പക്ഷേ പിണറായി സഖാവിനടക്കം സജി ചെറിയാനടക്കം വീരപുരുഷ കേസരികളാണ് ഈ രണ്ടെണ്ണവും. WCCയുടെ നേതാവാണ് ആര്? പാർവതി. അവളുടെ പേരിലാണ് കേസുള്ളത്. പിണറായി വിജയൻ ഇന്ന് വരെ അതിനെപ്പറ്റി മിണ്ടിയിട്ടുണ്ടോ? 18 കോടിയോളം രൂപ 18 കോടി രൂപയോളം പോയി. ആ പടത്തിന്റെ പ്രൊമോഷന് പോയില്ല, നശിപ്പിച്ച് കൈ കൊടുത്തു ആ സ്ത്രീയെ. എനിക്ക് പെട്ടെന്ന് പേര് പറയാറില്ല, റോഷിനി എന്നാണെന്ന് അവരുടെ പേര്, റോഷിനി അങ്ങനെ എന്തോ ഒരു പേരാണ്. ആ സ്ത്രീയുടെ ജീവിതം നശിപ്പിച്ചില്ലേ. എന്നിട്ടാണ് ഉദാത്തമായ സിനിമയ്ക്ക് നടക്കുന്നത്. അടുത്ത് WCCയിലെ വേറൊരു നേതാവിൻ്റെ കഥ പറഞ്ഞുതരാം. ഇവിടെ ഒരു കൊച്ചുകുട്ടിയുടെ കഥ സിനിമയാക്കി. ആ സിനിമ കൊച്ചുകുട്ടിയല്ലേ, വിചാരിച്ച പോലെ ഷൂട്ടിംഗ് തീരില്ല. അങ്ങനെ ഷൂട്ടിംഗ് ഒരു 5 ദിവസം കൂടെ ഈ പെണ്ണ് വേണം, നായിക. ഒരു ബാക്കിയുള്ളത് തുണിമണിയില്ലാതെ നടക്കുന്ന ഒരു നായിക, WCCയുടെ നേതാവ്. അവൾ ഓരോ ദിവസം 5 ലക്ഷം രൂപ വെച്ച് വാങ്ങിച്ചു. 5 ദിവസത്തേക്ക് 25 ലക്ഷം രൂപ വാങ്ങിച്ചു. പിന്നെ ഒരു ചിട്ടി മുതലാളിയായി പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ആ ചിട്ടി മുതലാളിക്ക് പ്രശ്നമില്ല, ബ്ലാക്ക് മണിയിൽ നിന്ന് 25 കൊടുത്തു കാണും. നിങ്ങൾ ആലോചിച്ചു പോകും, 5 സിനിമയിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ഇവിടെ നസീർ സാർ ചെയ്തിട്ടുണ്ടോ, ഷീല ചെയ്തിട്ടുണ്ടോ, ശാരദ ചെയ്തിട്ടുണ്ടോ, ആരെങ്കിലും ചെയ്യുമോ? മോഹൻലാൽ ചെയ്യുമോ? 10 ദിവസം കൂടിപ്പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് 10 കോടി രൂപ തരണമെന്ന് പറയുമോ? പക്ഷേ ഇവരൊക്കെയാണ് WCCയുടെ അല്ലെങ്കിൽ ഉദാത്തമായ സിനിമയുടെ വക്താക്കളായി സർക്കാർ കൊണ്ടു നടക്കുന്നത്. അനുഭവിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇങ്ങനെ പോയി നോക്കിയോ, ഇനിയൊരു 2 വർഷം കൂടെ പിണറായി ഉള്ളൂ. അത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് 80 വയസ്സ് കഴിയുന്നതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ ഒക്കില്ല. അല്ല, രാഷ്ട്രീയത്തിലേ നിൽക്കാൻ ഒക്കുള്ളൂ, ഔദ്യോഗികമായ ഒന്നും പറ്റില്ല. കാരണം വീണ്ടും 2ാമത് മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്കും 80 വയസ്സാകുമ്പോൾ ഞാനും മാറണമല്ലോ, അതുകൊണ്ട് MM മണി വീട്ടിൽ ഇരുന്നോ, സുധാകര വീട്ടിൽ ഇരുന്നോ, തോമസ് ഐസക് വീട്ടിൽ ഇരുന്നോ എന്ന് പറഞ്ഞ മഹാനാണല്ലോ എൻ്റെ നേതാവ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ് വീണ്ടും ഇടതുപക്ഷമാണ് വരുന്നെങ്കിൽ ഇടതുപക്ഷേ വരുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ഒരു സതീശൻ, തലയ്ക്ക് വെളിവില്ലാത്തൊരുത്ത്, അപ്പുറത്ത് നിൽക്കുന്ന സുരേന്ദ്രൻ അതിനേക്കാളും പൊട്ടൻ. അപ്പോൾ കേരളത്തിൽ എന്തായാലും തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറഞ്ഞാൽ ഇവരെ വരുമ്പോൾ പിണറായി സഖാവിന് പകരം വേറൊരാൾ മുഖ്യമന്ത്രി ആയാൽ അനുഭവിക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. അത്രയും ക്രൂരമായാണ് 10 വർഷക്കാലം കൊണ്ട് പിണറായി ചെയ്തു വെച്ചിട്ട് പോകുന്നത്. കാരണം കേരളത്തിലെ ഒരാണുങ്ങൾ, അങ്ങേർക്ക് ഒരു മകനുള്ളതല്ലേ, അങ്ങേര് വീണയുടെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതിയോ? ഇവിടെ ആണുങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്, ജീവിതത്തിൽ ചില പ്രിൻസിപ്പുകൾ വേണമെന്ന് വിചാരിച്ച് എൻ്റെ പേരിൽ എത്ര കേസെന്ന് ആലോചിച്ച് നോക്കി. ഈ പിണറായി സഖാവ് ഭരിക്കുമ്പോൾ അല്ലേ എനിക്ക് എൻ്റെ പേരിൽ ഇത്രയും കേസെടുത്തിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പത്രസമ്മേളനത്തിൽ വന്നിരുന്നു ഒരു എളുപ്പമില്ലാതെ പറയാണ്, ഒരു പ്രശസ്തമായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ അധിക്ഷേപിച്ച ഒരു പഴയ സംവിധായകൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്ന് പിണറായി സഖാവേ, നിങ്ങൾ 10 ജന്മം വിചാരിച്ചാൽ ദിനേശിനെ തോൽപ്പിക്കാൻ പറ്റും.